അങ്ങനെ ഫൈനലി ഞാൻ BS3 വന്നിരിക്കുകയാണ്. എൻ്റെ ഡ്രീമായിരുന്നു BS3 എന്നുള്ളൊരു NS എടുക്കണമെന്ന്. അപ്പോൾ അതെന്തായാലും ഫുൾഫിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ മീറ്റർ പറയാൻ പറഞ്ഞത് ഈ മീറ്റർ റീഡിങ് വർക്കാവുന്നില്ല. പക്ഷേ പവർ എന്ന് പറഞ്ഞാൽ പൊളി പവറാണ്. ഇപ്പോൾ കാണിച്ചു തരാമേ. ഹലോ വാട്ട്സപ്പ് ഗായ്സ്, ദിസ് ഈസ് മീ MEC46. അപ്പോൾ നമ്മളൊരു BS3 NS എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, എങ്ങനെയാണ്? അടിത്തരാമേ. നീയാ പോടാ? ഇല്ലടാ, ഈ സ്വിച്ചാണ് വർക്കാവാത്ത. ഇത് ലൈറ്റ് ഇടാൻ സ്റ്റാർട്ട് ചെയ്താൽ ലൈറ്റ് ഉണ്ടോ? ചെറിയൊരു സ്റ്റാർട്ടായി കുറേ നേരം ഇതൊക്കെ ഇത് സ്വിച്ചിൻ്റെ ഓണായി. കിട്ടിയിട്ടുണ്ടോ? ഫുൾ ക്ലച്ച് എടുത്ത സീന് ഹാഫ് ക്ലച്ച് ആക്കാം. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. താഴെ അഡ്ജസ്റ്റ്മെൻ്റ് ഒരു ക്രാഷ് കണ്ട വോൾട്ട് പൊട്ടിയിരിപ്പുണ്ട്. എഞ്ചിനീയർ സീനൊന്നുമില്ല, പക്ഷേ കൂളൻ്റൊക്കെ ഉണ്ട്. വേറെ അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടി. എങ്ങനെയുണ്ട്? ജസ്റ്റ് ഓടിച്ച് നോക്കട്ടെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചിട്ട് ശരിയാവില്ല. പോലീസ് പോയണ്ട, പോലീസ്. അയ്യോ, ഇതിൽ മീറ്റർ കേബിൾ എന്താ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞത്. വേറെ ഇഷ്യൂസൊന്നുമില്ല. അത് മാറിക്കഴിഞ്ഞാൽ കിലോമീറ്റർ സ്പീഡൊക്കെ അറിയാൻ പറ്റും. ക്ലച്ച് ഭയങ്കര ഹാർഡറാ. ഓ, ക്ലച്ച് താഴെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, റെഡിയാവും. കീറി തീന് ഇൻഡിക്കേറ്റർ സോയാസ് എല്ലാം ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്. കഴിഞ്ഞ വണ്ടിയിൽ തന്നെ ഇതൊന്നും ഇല്ലായിരുന്നു. മറ്റേ വണ്ടിയിലാടാ എല്ലാം കട്ടിങ് ആയിരുന്നു. ഓയോസ് എല്ലാം ഒറിജിനൽ RC ബുക്കൊക്കെ ഇടാ. ഇതെൻ്റെ ചേച്ചിയുടെ ഇടാ. ഇവനാണ് വൈറ്റ് മാർക്ക്. അസ്സുൻ വണ്ടി തന്ന RC ബുക്ക്
പിന്നെ ഇത് അന്ന് എഴുതിയ വാഹന ഉടമടിക്കാരാ കേട്ടോ, വണ്ടിയുടെ സമയത്തില്ലേ ഞാൻ അവിടെ നിന്ന് പോലീസ് വേണ്ട നീ ഞാൻ ഒറിജിനൽ എടുത്തുണ്ടോ? എടാ നിന്റെ വണ്ടിയിൽ ടൂൾ കിറ്റ് വല്ലതും ഇരിപ്പുണ്ടോ? അലൻകി എന്തെങ്കിലും ഉണ്ടോ? ഇത് ഹാൻഡിൽ കുറച്ചുകൂടെ ബാക്കിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അലൻകി അല്ലടാ, അലൻകി. താക്കോൽ ലോക്ക് സെറ്റ് ഒന്നും കംപ്ലൈൻറ്റ് ഇല്ലല്ലോ ദൈവമേ. നീ ഓപ്പൺ ചെയ്ത് നോക്കെ, നിൻ്റെ താക്കോൽ വെച്ച് ഓപ്പൺ ചെയ്ത് നോക്ക്. ലോക്ക് സെറ്റ് കംപ്ലൈൻ്റ് അല്ലേ? ലോക്ക് സെറ്റ് കംപ്ലൈൻ്റ് അല്ലേ? ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കി. ഇല്ലല്ല, ലോക്ക് സെറ്റ് കംപ്ലൈൻറ്റ്. ക്ലച്ച് ഭയങ്കര ഹാർഡറാണ്, അതും പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കങ്ങനെ ഓടിച്ച് ശീലമില്ല, കുറച്ച് ബാക്കിലോട്ടെങ്കിലും ആക്കണം. അതും പോയിട്ട് ഗ്രിപ്പൊക്കെ ഒന്ന് ആകണം. എൻ്റെ R15 നമ്പർ തന്നെ 3607 ആണ്, അതിന് വരെ 3608 ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ടയറൊക്കെ തീന്ന് അല്ലേ? പിന്നെ ഇതിലുള്ള ഒരു ബെനിഫിറ്റ് തന്നെ അതൊക്കെ, ഇത് പുതിയ മോഡലിൻ്റെ അണ്ടർ ബെല്ല് വെച്ചിട്ടുണ്ട്, സെൻട്രൽ സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ വണ്ടി. ഹലോ വാട്സപ്പ് ഗായ്സ്, അപ്പോൾ നമ്മൾ ആ വണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. BS3 NS ആണ്, 2013 മോഡലാണ്. 33,000 അടുപ്പിച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ 2013 മോഡലിൽ ഇത്രയും കിലോമീറ്റർ ആയൊരു വണ്ടി വേറെ കാണത്തില്ല. പക്ഷേ ഇത് പുതിയ മീറ്ററാണ്, പഴയ മീറ്ററിൽ 12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ തന്നെ ഏകദേശം ഒരു 45 സംതിങ് ഓടിയിട്ടുള്ള വണ്ടിയാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ലൈറ്റ് ഇട്ട് ഓടിക്കുമ്പോൾ ഗുമ്മ് കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് ഹൈവേ കൊണ്ടുപോയിട്ട് അതിൻ്റെ റിവ്യൂ എടുക്കാം. പിന്നെ ഇതിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹൈവേക്കാട്ടും ബെറ്റർ ഇതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പറയാം. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹാൻഡിൽ വന്നിട്ട് സ്റ്റൺ മോഡാണ് വെച്ചത്, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളിയിട്ട്. അപ്പോൾ ഞാനത് കുറച്ചും കൂടെ ബാക്കിലോട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ സ്പേസറൊക്കെ ഇട്ട് ഇത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 ഹാൻഡ് ഗ്ലിപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മിററൊന്നും അവൻ വച്ചിട്ടില്ലായിരുന്നു, ആ മിററൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിന് ഫ്രണ്ടും ബാക്കും ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഒന്ന് കുറച്ചും കൂടി പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ടോട്ടലി ഹഗ്ഗറൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി മഴയുണ്ടെങ്കിൽ മാത്രം ഇതെടുത്ത് വെച്ചാൽ മതിയല്ലോ. അല്ലാതെ പിന്നീട് ഒരു 8ൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഇതുണ്ടല്ലോ കാർബേറ്ററിൽ ഇടയ്ക്ക് വെള്ളം കയറിയായിരുന്നു. കാർബേറ്ററിൽ വെള്ളം കയറി, അങ്ങനെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോയായിരുന്നു. വണ്ടി എടുത്തിട്ട് പിന്നെ ഇപ്പം ഒരു ശനിയാഴ്ചയാണ് എടുത്തത്, ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ ഇതിൽ ആ പ്രോബ്ലം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ പെട്രോൾ പമ്പിൽ പോയായിരുന്നു. തലേദിവസം വൈകിട്ടാണ് വണ്ടി എടുത്തത്. അപ്പം 220 രൂപയ്ക്ക് പെട്രോൾ അടിച്ചായിരുന്നു. പക്ഷേ എന്തു പറയാൻ, അത് വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കിയില്ല. വലിയൊരു ഗുംനെസ് ഒന്നും കിട്ടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 220 രൂപയ്ക്ക് അടിച്ചിട്ട് മൈലേജ് കുറവാണ് ഇതിന്. അപ്പോൾ ഞാൻ വഴി വെച്ച്, അതായത് ഇപ്പം രാവിലെ ഓഫീസിൽ പോയപ്പം പെട്രോൾ അടിക്കാൻ ഇവിടെ പമ്പിൽ കയറിയപ്പം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ വിട്ടുപോയി. പെട്രോൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് നമ്മൾ ആദ്യം ഇഞ്ചക്കൽ പമ്പിൽ കയറി.
അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല. അടുത്ത് തിരുവല്ലം പമ്പിൽ കയറാൻ പോയി. അപ്പം അവിടെ ആ സൈഡ് വൈ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെയും കയറാൻ പറ്റില്ല. പിന്നീട് ഞാൻ ഇങ്ങനെ കറങ്ങി വന്ന് തിരുവല്ലം സിഗ്നലിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കയറിയതും വണ്ടി അറച്ചരച്ച് പിന്നെ പെട്രോൾ പമ്പിൻ്റെ അങ്ങോട്ട് കയറി. അപ്പോൾ അതിന് ശേഷം വണ്ടി എടുത്തിട്ട് സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം പ്ലഗിൻ്റെയോ സി ഡി യൂണിറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അങ്ങനെ സി ഡി യൂണിറ്റൊക്കെ എടുത്ത് തട്ടി കുടഞ്ഞു വെച്ചു. പിന്നെ പ്ലഗിൽ നിന്നൊക്കെ നോക്കിയപ്പോൾ പ്ലഗിൽ നിന്നൊക്കെ കറണ്ട് വരുന്നുണ്ട്. പക്ഷേ നോക്കിയപ്പോഴാണ് ഇതേപോലെ മുമ്പ് വന്നിട്ടുണ്ട് ഈ ത്രോട്ടിൽ, അതായത് ആക്സിലേറ്റർ ഉണ്ടല്ലോ, ആക്സിലേറ്റർ ഒന്ന് കണക്ട് ചെയ്യുന്നത് ഒരു കാർബറേറ്ററിലാണ്. ആ കാർബറേറ്ററിൽ നിന്ന് ഒരു പവർ വരാതെ വണ്ടി മൂവ് ആവത്തില്ല. അങ്ങനെ ഒരു സംഭവം എനിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മെക്കാനിക് ഫ്രണ്ടിനെ വിളിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അവനാണ് പറഞ്ഞത് ഇത് കാർബറേറ്റർ കംപ്ലൈൻറ്റ് തന്നെയാണ്, അതിൽ വെള്ളം കയറിയതായിരിക്കും. അങ്ങനെ ഞാൻ തിരുവല്ലത്ത് നിന്ന് ഇതുവരെ, അതായത് എൻ്റെ വീട് വന്നിട്ട് മറ്റേ പുതിയ ഇൻ്റർനാഷണൽ തുറമുഖം ഉണ്ടല്ലോ അവിടെയാണ്. അപ്പോൾ അതുവരെ തള്ളി. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് അഷ്റഫ് എന്ന് പറഞ്ഞ പയ്യൻ വന്നായിരുന്നു, അവൻ്റെ ബുള്ളറ്റിലാണ് ഇരുന്ന് തള്ളിയത്. അങ്ങനെ ഇവിടെ എത്തിച്ചു. പിന്നെ അത് വർക്ക്ഷോപ്പിൽ കയറ്റി പണിതു. അപ്പോൾ കാർബറേറ്ററൊക്കെ ഊരി ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പുതിയ ക്ലച്ച് കേബിൾ വാങ്ങിച്ചിട്ടു. പിന്നെ പെട്രോൾ ഫിൽറ്റർ മാറ്റി, പിന്നെ എയർ ഫിൽറ്റർ മാറ്റി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്സിലേറ്റർ കേബിൾ കുഴപ്പമില്ല, മാറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ രക്ഷപ്പെട്ടു സത്യം. ഈ വണ്ടി നല്ലൊരു വണ്ടി തന്നെയാണ്, വേറെ പറയാനൊന്നുമില്ല. എഞ്ചിനൊരു കുലുക്കമൊന്നുമില്ല, സംഭവം നീറ്റ് ആൻഡ് ക്ലീനാണ്, പക്ക സ്റ്റോക്കാണ്. ഇനി എൻ്റെ കൈ കിട്ടിയോണ്ട് ഇനി ഇതെങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഫൈനലി ഞാൻ BS3 വന്നിരിക്കുകയാണ്. എൻ്റെ ഡ്രീമായിരുന്നു BS3 എന്നുള്ളൊരു NS എടുക്കണമെന്ന്. അപ്പോൾ അതെന്തായാലും ഫുൾഫിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BS3 എന്നുള്ളൊരു ബൈക്ക് എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. നമുക്കതിന് മുമ്പ് ഇതിൻ്റെ ടോപ്പ് മീറ്റർ പറയാൻ പറഞ്ഞു. ഈ മീറ്റർ റീഡിങ് വർക്കാവുന്നില്ല, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് അവൻ തന്നപ്പോഴേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ തന്നെ പണിത് ഇറങ്ങി ലേറ്റായതുകൊണ്ട് അതൊന്നും ശരിയാക്കാൻ പറ്റിയില്ല. അത് മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ബഡ്ജറ്റ് കമ്മി ഹേ, അതുകൊണ്ട് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഇതില്ല. പക്ഷേ പവർ എന്ന് പറഞ്ഞാൽ പോളി പവറാണ്. ഇപ്പോൾ കാണിച്ചു തരാമേ. Beep 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 beep.